ധരണീഗർഭസംഭൂതം വിദ്യുൽകാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം. ധരണി ഗർഭസംഭൂതം, ഭൂമിയുടെ ഗർഭത്തിൽ നിന്നും ജനിച്ചവനും, വിദ്യുൽ കാന്തി സമപ്രഭം അല്ലെങ്കിൽ വിദ്യുൽ കാഞ്ചന സമപ്രഭം, മിന്നലിൻ്റെ ശോഭയോട് കൂടിയവനും, കുമാരം സുബ്രഹ്മണ്യൻ, ശക്തിഹസ്തം ശക്തി വേലെന്ന ആയുധം കൈവശമുള്ളവനുമായ തം മംഗളം അങ്ങനെയുള്ള ചൊവ്വയെ ഞാൻ നമസ്കരിക്കും. ചൊവ്വയുടെ പര്യായങ്ങളാണ് ഭൂമി ചേർത്തുള്ള എല്ലാ പര്യായങ്ങളും അല്ലേ. ധരണീപതിഹി, ക്ഷ്മാപതിഹി, ഭൂപതിഹി, ഭൂമിസുതഃ, ഭൂമിസൂനുഹു, ഇതൊക്കെ ചൊവ്വയുടെ പര്യായങ്ങളാണ്. ഇവിടെ നാം എന്തിനാണ് ചൊവ്വയെപ്പറ്റി ചർച്ച ചെയ്യുന്നത്? ചൊവ്വ ഇതാ ജ്യോതിശാസ്ത്രത്തിൽ തൻ്റെ ഉച്ചരാശിയായ മകരൻ രാശി കഴിഞ്ഞ് കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. എപ്പോഴാണ് പ്രവേശിക്കുന്നത്? 1201 കുംഭമാസം 11-ാം തീയതി, അതായത് 2026 ഫെബ്രുവരി മാസം 23-ാം തീയതി ചൊവ്വ കുംഭത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എത്ര ദിവസമാണ് അവിടെ ചൊവ്വ ഉള്ളത്? 40 ദിനങ്ങളാണ് കുംഭൻ രാശിയിൽ നിൽക്കുന്നത്. ഈ 40 ദിനങ്ങൾ കുംഭൻ രാശിയിൽ നിൽക്കുന്ന ചൊവ്വ എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. കുംഭത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ ആശ്രയഫലം നന്നായിട്ടല്ല ആചാര്യന്മാർ വിവരിച്ചിട്ടുള്ളത്. ദുഃഖാർത്തോ വിഡ്ഢനഃ അടനഃ അനൃതരതിഹി തീഷ്ണശ്ച കുംഭസ്ഥിതി. ദുഃഖിതനാവുക, ധനം കൈവിട്ടു പോകുക, അടനഃ പരിഭ്രമം സഞ്ചരിക്കുക, അനൃതരതിഹി ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോവുക, ചീത്ത രതിയിലേക്ക് പോവുക, തീഷ്ണസ് അനാവശ്യമായി തീഷ്ണ സ്വഭാവം പ്രകടിപ്പിക്കുക. ഇതൊക്കെയാണ് കുംഭത്തിലുള്ള ചൊവ്വയുടെ ആശ്രയഫലം ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. അതിനാൽ വളരെ ശ്രദ്ധിക്കണം. ഈ ചൊവ്വ ഈ 40 ദിവസക്കാലം ഓരോ രാശിക്കാർക്കും എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഏതായാലും ചൊവ്വ ഈ കുംഭത്തിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർക്ക് നന്നായി ചൊവ്വയുടെ മന്ത്രങ്ങൾ ജപിക്കാം. ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭജിക്കാം, സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഭജിക്കാം. ഇവിടെ ചൊവ്വ ഇത്രയും കാലം മകരത്തിൽ നിന്നിരുന്നത് ഉച്ചക്ഷേത്രത്തിലാണ്. അത് സ്ത്രീരാശിയാണ്, അത് ഭദ്രകാളിയാണ്. ചൊവ്വ നിൽക്കുന്നത് എവിടെയാണ്? പുരുഷരാശിയിലാണ്. അതിനാൽ ഇവിടെ ഭജിക്കാൻ നല്ലത് സുബ്രഹ്മണ്യനാണ്. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഷഷ്ഠിവ്രതമെടുക്കാം, സുബ്രഹ്മണ്യ പൂജ ചെയ്യാം, രക്തപുഷ്പാഞ്ജലി ചെയ്യാം. ഇപ്രകാരം ഈ ചൊവ്വയെ നന്നാക്കി എടുത്താൽ ഈ ചൊവ്വ നല്ല പോസിറ്റീവായ അനുഭവങ്ങൾ പ്രഷ്ടാവിന് നൽകും. ചൊവ്വയെ കൊണ്ട് 3 വിഷയമാണ് ചിന്തിക്കുക. ഭ്രാത, സത്വഞ്ച, ഭൗമ, ക്ഷിതിരപി. 1 സഹോദരങ്ങൾ, 2 തന്നെ സാഹസികത, ധൈര്യം, ഊർജ്ജസ്വലത, മറ്റൊന്ന് ഭൂമി. ഇത് ഓരോ രാശിക്കാർക്കും ഈ ഭൂമിപരമായ വിഷയങ്ങളായാലും സഹോദര ഗുണങ്ങളായാലും എപ്രകാരമുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. മകീര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര, പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. മിഥുനൻ രാശിക്കാർക്ക് ചൊവ്വ നിൽക്കുന്നത് 9-ാം ഭാവത്തിലാണെന്ന് അറിയുക. 9-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്ന ഫലം അത്ര നല്ലതല്ല. ധർമ്മേഘവാൻ, ഇദ്ദേഹത്തിന് പാപവാസന, പാപരതി ഉണ്ടാകും. ഇയാൾ ക്രൂരകർമ്മങ്ങൾ ചെയ്യുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. ഈ 9-ൽ നിൽക്കുന്ന ചൊവ്വ വളരെ നല്ലതാണ്. ബുച്ചേഴ്സ്, ബാർബർമാർക്ക്, ബ്യൂട്ടീഷ്യനിൽ ജോലി ചെയ്യുന്നവർക്ക്, അല്ലെ കൊല്ലന്മാർക്ക്, കായികമായി അധ്വാനിക്കുന്നവർക്ക്, ബോക്സേഴ്സിനൊക്കെ യുദ്ധം ചെയ്ത് മറ്റുള്ളവരെ തകർക്കാൻ വളരെ നല്ലതാണ്. കരാട്ടെ. പക്ഷേ പലപ്പോഴും അലക്ഷ്യമായി തന്നെ ശത്രുവിന് ഇടികൊള്ളും. 9-ൽ ചൊവ്വ വാശി കൂടുതലായിരിക്കും. അതിനാൽ മാർഷ്യൽ ആർട്സിൽ പ്രവർത്തിക്കുന്നവർക്ക് തന്നെ വളരെയധികം വാശി പ്രകടിപ്പിച്ച് യുദ്ധം ചെയ്യുമ്പോൾ പലപ്പോഴും തൻ്റെ നിയന്ത്രണം വിട്ടുപോകും. മെഡിറ്റേഷൻ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. അല്ലെങ്കിൽ എതിരാളിയെ പഞ്ഞിക്കിടുമെന്ന് പറയും നമ്മൾ. വളരെ ജാഗ്രത പാലിക്കണം. മത്സരബുദ്ധി വരുമ്പോൾ വാശി ഭയങ്കരമായിട്ട് വരും. പിടിവാശി വരുമ്പോൾ വിട്ടുകൊടുക്കില്ല. ഇതാണ് 9-ൽ നിൽക്കുന്ന ചൊവ്വയുടെ പ്രത്യേകത. ഈ ചൊവ്വ ലാഭാധിപനാണ്, 11-ാം ഭാവാധിപനാണ്. 11-ാം ഭാവാധിപനായതുകൊണ്ട് ഭൂമി ലാഭമുണ്ടാകും. ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങളിൽ വളരെ ഗുണം വരും. പക്ഷെ ലാഭം കുറയും. പിന്നീട് രോഗാധിപനാണ്, ശത്രുപതിയായി നിൽക്കുന്ന 9-ാം ഭാവത്തിൽ. ശാരീരികമായി കൈകളെ വളരെ ശ്രദ്ധിക്കണം. തൻ്റെ സഹോദരങ്ങൾക്ക് വളരെ ദോഷമാണ് 9-ൽ നിൽക്കുന്ന ചൊവ്വ. അതുപോലെ ശ്യാലകൻ, സഹോദരി, ഭർത്താവിനും വളരെ ദോഷമാണ്. ഭൂമിപരമായ വിവാദങ്ങൾ കുടുംബ വിഷയത്തിൽ ഉണ്ടാകാൻ പാടില്ല, വളരെ നിയന്ത്രിക്കുക. മഹോഗ്രാമതിർ ഭാഗ്യവിത്തം മഹോഗ്രം തപോഭാവകോ മംഗലസ്ഥം കരോതി. 9-ൽ ചൊവ്വ വരുമ്പോൾ അങ്ങേയറ്റം ബുദ്ധി പ്രകടിപ്പിക്കും. നല്ല ഭാഗ്യമുണ്ടാവും, നല്ല ധനവും ഉണ്ടാകും. ഭവേന്നാദിമ ശ്യാലക സോദരവ, തൻ്റെ ആദ്യ സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്.
മൂത്ത ജ്യേഷ്ഠന്മാർക്ക് വളരെ ദോഷമാണ് ഈ ഒരു സമയം. അളിയന്മാർക്ക് ദോഷമാണ്. കുതോ വിക്രമ, അങ്ങേറ്റം പരാക്രമം പ്രകടിപ്പിക്കും. തുച്ഛലാഭോ വിഭാഗി, ഫലം പഴുത്ത് പറിക്കാൻ നോക്കുമ്പോൾ പുഴുക്കുത്ത് വരും. അതിനാൽ പലപ്പോഴും പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് എനിക്ക് ബ്രോക്കറേജാണ്, കമ്മീഷൻ 10 ലക്ഷം കിട്ടും അല്ലെങ്കിൽ 5 ലക്ഷം ഉണ്ടെന്ന് വിചാരിക്കുമ്പോഴും അവസാനം നോക്കുമ്പോൾ സംഖ്യ തുച്ഛമായിരിക്കും. കാശ് തരാൻ കക്ഷികൾ മടുക്കും. അങ്ങനെ വക്കാണവും വാശിയും അടിപിടിയുമൊക്കെ ഉണ്ടാകും. അപ്പോൾ തൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുമ്പോൾ താൻ കയ്യിലുള്ളത് വെച്ച് അങ്ങോട്ടേക്ക് പ്രയോഗിക്കും. അതുവരെ പാവമായ വ്യക്തി പെട്ടെന്നൊരു അദൃശ്യമായ ശക്തി വന്ന് അങ്ങ് പ്രവർത്തിക്കാൻ തുടങ്ങും. അതിനാൽ വളരെ ജാഗ്രത പാലിക്കുക, നിയന്ത്രണം പാലിക്കണം. ഇവിടെ ഒറ്റൊരു ഉപദേശമാണ്, ക്ഷമ ജയതി ന ക്രോധ. ഇവിടെ ക്ഷമ മാത്രമേ ജയിക്കുകയുള്ളൂ, കോപം ജയിക്കുകയില്ലെന്നറിയണം മിഥുനം രാശിക്കാർ. ഈ ഒരു സമയം അറിയാതെ സ്ത്രീ വിഷയത്തിലേക്ക് പോയി ചാടും. വേണ്ടാത്ത ധൈര്യം പ്രകടിപ്പിക്കും. ആൺകുട്ടികൾ ഏറ്റവും ശ്രദ്ധിക്കണം. പെൺകുട്ടി നടക്കുമ്പോഴൊന്ന് തട്ടിക്കൊണ്ടുപോവുക, ഒന്ന് തട്ടുക, മുട്ടുക, തലയിലെ പൂവെടുക്കുക, ആരെങ്കിലും പറഞ്ഞ് പ്രകോപിപ്പിച്ചാൽ ഉടൻ പോകും, പാടില്ല. സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ ജാഗ്രത പാലിക്കണം. പ്രായമുള്ളവർ ശ്രദ്ധിക്കണം. ജയിലിൽ കിടക്കേണ്ടി വരും. അറിഞ്ഞുകൊണ്ട് ശ്രദ്ധിച്ചുകൊള്ളൂ, അപകടത്തിൽ ചെന്ന് ചാടരുത്. ഇവിടെ പരാക്രമം പറ്റില്ല, ക്ഷമ മാത്രമേ പറ്റുകയുള്ളൂ എന്നറിയണം. എൻ്റെ വലിയൊരു നിർദ്ദേശമാണ് മിഥുനൻ രാശിക്കാർക്ക്. കാരണം മിഥുനൻ രാശിക്കാരുടെ സ്വഭാവം സ്ത്രീലോലഹ, സ്ത്രീകളിലൊരു ലോലത്വം പ്രകടിപ്പിക്കും. ഇവിടെ ലോലത്വം മാത്രമല്ല, ധൈര്യം വരും. കാരണം 9-ൽ സൂര്യനും ചൊവ്വയും ശുക്രനും ബുധനുമാണ്. വളരെ ശ്രദ്ധിച്ചു കൊള്ളുക, പ്രയാസത്തിൽ പോയി ചാടരുത്. ഓക്കെ, പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്യുക. നന്ദി, നമസ്തേ.